നമ്മൾ ഇന്നത്തെ സ്പെഷ്യല് കോൺ സ്നാക്സ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോണ മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അതിനു വേണ്ടി ആദ്യം ഉണ്ടാക്കുന്നത് നമ്മൾ ചപ്പാത്തിക്കുള്ള പൊടിയാണ്. ചപ്പാത്തിയാണ് ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മളെ ചപ്പാത്തിയൊക്കെ പരത്തി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചുട്ടെടുക്കാണ്ട് അതിനു മുമ്പ് കുറച്ചും കൂടെ പരിപാടി ഉണ്ട് നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഉള്ളിയാണ്. അപ്പോൾ അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്യാം. ഉള്ളി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചട്ടിയിലിട്ടിട്ടൊന്ന് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. പിന്നെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉള്ളി നമ്മളത് വാടി വന്നിട്ടുണ്ട് ചെറുതായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. കറിവേപ്പില. ഇതൊന്ന് വറ്റിയെടുക്കാൻ നമുക്ക്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക്. കൂടുതൽ വേവൊന്നും വേണ്ട, ഒരു മീഡിയം വേവ് മതി. നമ്മുടെ സാധനം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചുട്ടെടുക്കേണ്ടത് ചപ്പാത്തിയാണ്. അപ്പോൾ ചപ്പാത്തി ഒന്ന് ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചൂടിൽ നമുക്കൊന്ന് ചുട്ടെടുക്കാം. ചപ്പാത്തി കൂടുതൽ വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു വേവിൽ കിട്ടിയാൽ മതി. നമ്മളത് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളിനി ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള പുഴുങ്ങിയ ഉരുളൻകിഴങ്ങാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വാട്ടി വെച്ച ഉള്ളിലേക്ക് എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ചതച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ. നല്ല പൊടിഞ്ഞ് കിട്ടണം, എന്നാലും നമുക്ക് അതിലേക്ക് നിറയ്ക്കാൻ പറ്റുക. ഇതിലേക്ക് ആവശ്യമുള്ളത് കോഴിമുട്ടയാണ്. അപ്പോൾ പുഴുങ്ങിയ കോഴിമുട്ട അതേപോലെ ഒന്ന് എല്ലാം പൊടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. സാധനം മിക്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി നോക്കാം. നമ്മളെ ചപ്പാത്തി എന്ത് ചെയ്യുക, ഒന്ന് മടക്കിയിട്ട് അത് സെൻറ്റർ കട്ട് ചെയ്യണം നമുക്ക്.
അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഇതേപോലെ രണ്ടാക്കിയിട്ടാണ് കിട്ടേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു തലക്കന്ന് ഇതേപോലെ മടക്കി വരാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മൈദ ഉണ്ടായിന്, അപ്പോൾ അത് ഇതേപോലെ ഒന്ന് തലക്കലൊന്ന് പരത്തി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചട്ടിയിലിടുമ്പോൾ ഇത് വേറിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ അത് ലാസ്റ്റിലൊന്ന് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സാധനം ഇതിലേക്ക് നമുക്ക് നിറച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് ചിക്കൻ വേണമെങ്കിൽ യൂസ് ചെയ്യുക, അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം. അത് ഫില്ല് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് മൈദയിലൊന്ന് മുക്കിയെടുക്കുക. ഇതേപോലെ ഒന്ന് മേൽഭാഗം മാത്രം ഒന്ന് മൈദയിൽ മുക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച സേമിയ ഉണ്ട്, അതിലൊന്ന് മുക്കിയെടുക്കുക. അതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാത്രത്തേക്ക് മാറ്റി വെക്കുക. നമുക്ക് എന്ത് ചെയ്യുക, സാധനം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആ സാധനം ഒന്ന് എണ്ണയിൽ ഇട്ടുകൊടുക്കാം. കൂടുതൽ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് ഉരുളൻകിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണ്, മുട്ട പുഴുങ്ങിയെടുത്തതാണ്, പിന്നെ ചപ്പാത്തിയാണ്, അത് പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഒരു 2 മിനിറ്റ് വരെ കുക്ക് ചെയ്താൽ മതി, അതിന് കൂടുതൽ കുക്ക് ചെയ്യാൻ പാടില്ല. നമ്മളെ സാധനം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്നാക്സാണിത്. അപ്പോൾ നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിലേക്ക് ചിക്കൻ വേണമെങ്കിൽ യൂസ് ചെയ്യുക, ബീഫ് വേണമെങ്കിൽ യൂസ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചിലവ് കൂടും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് കുറഞ്ഞ ചിലവ് ചെയ്തത്. അപ്പോൾ നോമ്പൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോമ്പിനൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. At the starting of the week, I'd tell me talks you'll hear.